നമസ്കാരം, ഞാൻ ഡോക്ടർ എലിസബത്ത് ചെറിയാൻ, വെൽകെയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ENT സർജനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം അഡിനോയിഡ് ഹൈപ്പർട്രോഫിനെ കുറിച്ചാണ്. അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡിനോയിഡ് എന്നുള്ളൊരു ഗ്രന്ഥിയുടെ വീക്കം വരുന്ന അവസ്ഥയെ കുറിച്ചാണ്. ഇത് 2 തൊട്ട് 10 വയസ്സുള്ള കുട്ടികളിൽ ഏറ്റവും സാധാരണമായി കാണുന്ന ഒരു അസുഖമാണ്. ഈ അഡിനോയിഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മൂക്കിൻ്റെ പുറകുവശത്തായിട്ടാണ്. ഇതിന് വീക്കൻ വരാനായിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ അലർജി, അതായത് തുമ്മൽ, മൂക്കൊലിപ്പ് ഉള്ള കുട്ടികളിൽ. രണ്ടാമതായി ഒരുപാട് എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ കാരണവും ഈ അഡിനോയിഡ് ഗ്രന്ഥിക്ക് വീക്കം വരാം. ഈ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം വരുമ്പോൾ കുട്ടികളിൽ കാണുന്ന രോഗലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇത് മൂക്കിൻ്റെ പുറകിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൂക്കിൻ്റെ പുറകിലുള്ള ദ്വാരത്തിന് ഇത് തടസ്സം സൃഷ്ടിക്കുന്നത് കൊണ്ട് കുട്ടികളിൽ മൂക്കടപ്പ് സ്ഥിരമായി ഉണ്ടാകും. രണ്ടാമതായി ഈ ഗ്രന്ഥിയിൽ വീണ്ടും അണുബാധ വീണ്ടും ഉണ്ടാകുന്നത് കൊണ്ട് കുട്ടികൾ എല്ലാ മാസവും ഒരു പനിയും ജലദോഷവും വന്ന് ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. മൂന്നാമതായി അഗൈൻ മൂക്കിൻ്റെ പുറകിലെ ദ്വാരത്തിന് തടസ്സമുള്ളത് കൊണ്ട് കുട്ടികൾ വായിലൂടെ ശ്വാസം വലിക്കുകയും മൗത്ത് ബ്രീത്തിങ് കോമൺ ആയിട്ട് കാണാറുണ്ട്. നാലാമതായി കൂർക്കം വലി, ഉറങ്ങുമ്പോൾ മൂക്കിന് തടസ്സമുള്ളത് കൊണ്ട് വായിലൂടെ ശ്വസിച്ച് കൂർക്കം വലി കുട്ടികളിൽ ഉണ്ടാകും. നമ്മുടെ മൂക്കിൻ്റെ പുറകിൽ നിന്നും ചെവിയുടെ നടുവശത്തോട്ട് പോകുന്ന ഒരു ട്യൂബുണ്ട്, നമ്മളതിനെ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് വിശേഷിപ്പിക്കുന്നു. ആ ട്യൂബ് വഴിയാണ് നമ്മുടെ നടുച്ചെവിയിൽ നിന്നും ഉണ്ടാകുന്ന നോർമലായിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഒഴുകി പോകുന്ന പാത. ആ പാതയിൽ ഈ ഗ്രന്ഥി തടസ്സം സൃഷ്ടിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികളിൽ ഈ നടുച്ചെവിയിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടന്ന് അവർക്ക് കേൾവിക്കുറവ് ആയിട്ട് കുട്ടികൾ വരാറുണ്ട്. ഈ ഫ്ലൂയിഡ് അവിടെ കെട്ടിക്കിടക്കുമ്പോൾ അത് പഴുത്ത് ഇൻഫെക്ഷനായി കുട്ടികളിൽ ചെവി വേദന, ഇടയ്ക്കിടയ്ക്ക് ചെവി വേദന വരുന്ന അവസ്ഥയും ഇൻഫെക്ഷൻ മൂർച്ഛിച്ചു ചെവിയുടെ പാട പൊട്ടി ചെവിയിൽ നിന്നും പഴുപ്പ് വരുന്നതായിട്ടും കാണും. അപ്പോൾ മൂക്കടപ്പ്, വിട്ടുമാറാത്ത ജലദോഷം, പനി, വായിലൂടെ ശ്വസിക്കുക, കൂർക്കം വലി, ചെവി വേദന, ചെവിയിൽ ഇൻഫെക്ഷൻ, ചെവിയിൽ നിന്നും പഴുപ്പ് വരിക, ഇതൊക്കെയാണ് ഏറ്റവും സാധാരണമായി കാണുന്ന രോഗലക്ഷണങ്ങൾ. ഇനിയും ഇത് കൂടാണ്ട് വായിലൂടെ കുട്ടികൾ ശ്വസിക്കുമ്പോൾ കുട്ടികളുടെ പല്ല് പൊന്തി വന്ന് പലപ്പോഴും ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി പല്ലിൻ്റെ ക്ലിപ്പിടുന്ന അവസ്ഥയിൽ അവരാണ് ഈ വായിലൂടെ ശ്വസിക്കുന്നതിനുള്ള കാരണം ഇതാകാം എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെയും കുട്ടികൾ ENT OPDയിലോട്ട് ഈ ബുദ്ധിമുട്ട് കൊണ്ട് വരാറുണ്ട്. ഇനി ഈ രോഗലക്ഷണങ്ങളുള്ള കുട്ടികൾ നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ 2 രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ഇതിൻ്റെ ഡയഗ്നോസിസിന് ഉപയോഗിക്കുന്നത്. ഒന്ന്, നമ്മളൊരു എക്സ്റേ എടുക്കും. എക്സ്റേയിൽ നമുക്ക് ഈ ഗ്രന്ഥിയുടെ സൈസ് എത്രത്തോളം വീക്കമുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. രണ്ടാമതായി നമ്മൾ OPDയിൽ തന്നെ ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി എന്നുള്ളൊരു പ്രൊസീജിയറുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു ക്യാമറ നമ്മുടെ മൂക്കിൻ്റെ നോർമൽ ദ്വാരത്തിലൂടെ ഇട്ട് നമുക്ക് ഈ അഡിനോയിഡ് ഗ്രന്ഥിനെ നേരിട്ട് കാണുകയും അതിന് എത്രത്തോളം വീക്കമുണ്ട് എന്ന് അസസ് ചെയ്ത് ഗ്രേഡ് ചെയ്ത് അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇതിനെ ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ 25, 50, 75, 100 എത്ര ശതമാനം തടസ്സം ഇത് മൂക്കിൻ്റെ പുറകിൽ സൃഷ്ടിക്കുന്നു എന്നതിനെ വെച്ചാണ് ഗ്രേഡ് ചെയ്യുന്നത്. ചികിത്സയിലോട്ട് വരുമ്പോൾ ഒരു 50% അതിൽ താഴെയുമാണോ ഈ ഗ്രന്ഥിയുടെ വീക്കമെങ്കിൽ നമുക്ക് മരുന്നിലൂടെ ഇതിനെ ചികിത്സിക്കാൻ മിക്കവാറും സാധിക്കാറുണ്ട്. മൂക്കിലടിക്കുന്ന സ്റ്റിറോയിഡ് നേസൽ സ്പ്രേസ് ആണ് ഇതിന് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ചികിത്സ. അതിനോട് ഇത് റെസ്പോണ്ട് ചെയ്യാറുമുണ്ട്. 50% അതിൽ താഴെയോ ആണോ സൈസെങ്കിൽ. 50% മേലെയാണ് ഇതിൻ്റെ വീക്കത്തിൻ്റെ അളവെങ്കിൽ മിക്കപ്പോഴും നമ്മൾ ഇനീഷ്യലി സ്പ്രേസ് ട്രൈ ചെയ്യുമെങ്കിലും പലപ്പോഴും അതിൽ മാത്രം നമുക്ക് ചികിത്സ അവസാനിപ്പിക്കാൻ സാധിക്കാറില്ല. ആ കുട്ടികളിൽ മിക്കപ്പോഴും ശസ്ത്രക്രിയ ആവശ്യമായി വരും. ഇതിന് ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്ക് നമ്മളിവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഏറ്റവും നൂതനമായിട്ടുള്ള എൻഡോസ്കോപ്പിക് കോബ്ലേറ്റർ അസിസ്റ്റഡ് അഡിനോയിഡക്ടമി എന്നുള്ള സർജറിയാണ് നമ്മൾ ചെയ്യുന്നത്. പണ്ട് ഇതിനെ നമ്മളൊരു ഷേവ് ചെയ്ത് കളയുന്ന ക്യൂറട്ടാജ് എന്നുള്ള പ്രൊസീജിയർ ആയിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഈ നൂതനമായ ശസ്ത്രക്രിയയുടെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് പോസ്റ്റ് സർജറി കഴിഞ്ഞുള്ള റിക്കവറി വളരെ പെട്ടെന്നായിരിക്കും. സർജറി കഴിഞ്ഞുള്ള പിറ്റേ ദിവസം തന്നെ അവർക്ക് ഡിസ്ചാർജ് ആകാൻ സാധിക്കും. സർജറി കഴിഞ്ഞിട്ടുള്ള വേദനയുടെ അളവ് ഇല്ലാന്ന് തന്നെ പറയാം. ശസ്ത്രക്രിയയുടെ സമയത്ത് ഉണ്ടാവുന്ന രക്തത്തിൻ്റെ ലോസ് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ ഈ എൻഡോസ്കോപ്പിക് കോബ്ലേറ്റർ അസിസ്റ്റഡ് അഡിനോയിഡക്ടമി എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള ശസ്ത്രക്രിയയുടെ ഓപ്ഷൻ. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളുള്ള കുട്ടികളെ നമ്മുടെ ENT OPDയിൽ കൊണ്ടുവന്നാൽ നമുക്കത് ഇവാലുവേറ്റ് ചെയ്ത് വേണ്ട പോലെ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.